ഇതാണ് നമ്മൾ അളവിന് എടുത്തിട്ടുള്ള പാവാട. ഇതിൻ്റെ നീളവും വീതിയും അളന്നെടുക്കുക. വീതിക്കനുസരിച്ച് എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ മെറ്റീരിയൽ ആയിട്ട് വരുന്നത്. ഇത് അളവിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കുക. 2 ലെയർ ലൈനിങ് വേണം. പിന്നെ ഈ ഒരു എലാസ്റ്റിക് വെക്കാനുള്ളതും കട്ട് ചെയ്യുക. അതുപോലെ സ്റ്റിഫ് നെറ്റാണ്, ഇതും അതേ അളവിന് കട്ട് ചെയ്തെടുക്കുക. 4 ലെയേഴ്സാണ്. ഇത് ഏറ്റവും മുകളിലായിട്ട് നെറ്റും, പിന്നെ അതിന് താഴെ ലൈനിങ്, പിന്നെ സ്റ്റിഫ് നെറ്റ്, പിന്നെ ലൈനിങ്. ഇത് 4നും ഫ്രിൽസ് ഇട്ട് കൊടുക്കുക. ഇതേ രീതിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. സ്റ്റിഫ് നെറ്റ് മാത്രം ജസ്റ്റ് കൈകൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ 4ഉം കൂടെ ചേർത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതേ രീതിയിൽ. പിന്നെ അതിന് ശേഷം എലാസ്റ്റിക് വെച്ച് കൊടുക്കാനുള്ളത് റെഡിയാക്കുക. നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചത് ജസ്റ്റ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതിനെ മടക്കി അടിച്ചതിന് ശേഷം അതിലോട്ട് എലാസ്റ്റിക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് മുകളിലായിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് സൈഡെല്ലാം ചേർത്ത് അടിച്ചാൽ പാവാട റെഡി.